ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മളെ പല ആൾക്കാരും പണ്ടത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ ആണെങ്കിൽ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ അന്ന് ബാങ്കിലൊക്കെ, നാട്ടിലും ബാങ്കിലൊക്കെയാണ് കുറേ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പല സ്ഥലത്തോട്ട് നമ്മൾ ബൈക്കിലൊക്കെ പോകാറുണ്ട്, മാർക്കറ്റിങ്ങൊക്കെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടി. അപ്പോൾ ചില ഏരിയയിലൊക്കെ വലിയ വലിയ വീടുകൾ കാണും കേട്ടോ, വലിയ നമ്മുടെ വീടുകൾ കാണും. അവിടെ ചിലപ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല, അടച്ചിട്ടിട്ടൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ആരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് മിക്കവാറും NRI അക്കൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി വരുള്ളൂ. പല സ്ഥലത്തും പോകുമ്പോഴും നമ്മൾ അറിയുന്നത് അവിടെ ആളില്ല, ഗൾഫിലാണല്ല. അപ്പം വലിയ വലിയ വീടുകളായിരിക്കും, ആളൊന്നും കാണത്തില്ല. ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും അതിൽ കാണുന്നത്. പക്ഷേ വലിയ സെക്യൂരിറ്റി ചിലയിടത്ത് സെക്യൂരിറ്റി ഒന്നും കാണത്തില്ല. അന്നൊന്നും പക്ഷേ ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. 10 കൊല്ലത്തേക്ക് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലെ ആണെന്നില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആ വീട് അങ്ങനെ അടഞ്ഞിരുന്ന് കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം പുതിയ വീടായിരിക്കും, പിന്നെ പെയിൻ്റൊക്കെ മഞ്ഞ് പെയിൻ്റൊക്കെ പോയി 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 പിന്നെ പഴയ വീട് പോലെ ആവും. അതുപോലെ ചില ആൾക്കാർ, ഈ തൊട്ടടുത്ത ആൾക്കാർ വലിയ വീട് വയ്ക്കുമ്പം എനിക്കും വലിയ വീട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവരോടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. നമ്മളിപ്പോഴൊക്കെ വലിയ വീടൊക്കെ ഇങ്ങനെ എല്ലാം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിട്ടായിരിക്കില്ല. അപ്പോൾ അവൻ വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളും എന്ത് ചെയ്യും, ഇപ്പം നല്ല സാലറിയൊക്കെ കാണും, ചിലപ്പം ഗവൺമെൻറ് ജോബായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പം ഗൾഫിലായിരിക്കും, ഒരു അത്യാവശ്യം സാലറി കാര്യങ്ങളൊക്കെ കാണും. എന്ത് ചെയ്യും, ആ വീട് പോലെ നമുക്ക് ഒരു 5 ബെഡ്റൂം അങ്ങനെയൊക്കെ വെച്ചിട്ട് വലിയ വീടങ്ങ് ഒരു പ്ലാനങ്ങ് ഇടും. എന്നിട്ട് ഇപ്പോൾ ഒരു 3500-4000 സ്ക്വയർ ഫീറ്റ്, ആകെ ഉള്ളത് 2 മക്കൾ കാണും, പിന്നെ ചിലപ്പം പുള്ളിക്കാരൻ്റെ അച്ഛനോ അമ്മയോ കാണും, പിന്നെ ഭാര്യ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉള്ളത്. അവരെല്ലാവരും മിക്കവാറും ഭാര്യയും മക്കളും ഒക്കെ ഗൾഫിലായിരിക്കും. പക്ഷേ അവർക്ക് വലിയ വീട് വേണം. അന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ലോണൊക്കെ കിട്ടും. ഗൾഫിലാകുമ്പോൾ ലോണൊക്കെ എടുത്തിട്ട്, പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് അടിച്ച് നമ്മൾ വയ്ക്കും. വീണ്ടും ചില ആൾക്കാരുണ്ട്, എന്നിട്ട് നാട്ടിൽ നിന്ന് ഒരു ലോൺ എടുക്കും, ഒരു 30-40 ലക്ഷം അങ്ങനെയൊക്കെ ഒരു എമൗണ്ടിന് ഒരു വീടൊക്കെ വെച്ച്. അപ്പോൾ എപ്പോഴാണ് ഇത് പണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ലോണൊക്കെ തരാൻ ബാങ്കുകൾ തരും, നമുക്കൊന്ന് ആവേശമായിരിക്കും, ഇന്നത് ടൈൽസ് എടുക്കണം, അത് ഇത്. അപ്പം വീട് വച്ചിട്ടാണ്. അപ്പോൾ അതിൽ എപ്പോഴും പോയി താമസിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോലും അറിയില്ല. അത് നമ്മൾ താമസിക്കും എന്നുള്ള രീതിയിൽ മിക്ക ആൾക്കാരും എന്ത് ചെയ്യണം, ആർഭാടം കാണിക്കാനാണ്. അങ്ങനെ തന്നെ പറയാം ചില ആൾക്കാരുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, പിള്ളേരെല്ലാം ഇവിടെ ആയിരിക്കും പഠിക്കുന്നത്, പക്ഷേ നാട്ടിൽ വലിയൊരു വീട് വയ്ക്കുന്നു. അവിടെ ആര് താമസിക്കുമെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പം താമസിക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, അടച്ചിടും. പിന്നെ നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചടവ് വരുമല്ലോ. ഹോം ലോണൊക്കെ നമ്മൾ 15 കൊല്ലത്തെ 20 കൊല്ലത്തേക്കൊക്കെ എടുക്കുന്നത്, അടച്ചടച്ച് വരുമ്പോൾ തീരത്തില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു, ഇത്രയും നമ്മൾ ലൈബിലിറ്റി ആയി. അതുപോലെ തന്നെ അവിടെ നമ്മൾ പോയി അതിനെ മെയിൻ്റനൻസ് തന്നെ കുറേ ഇതായി. ഇപ്പോൾ 5-6 റൂം അല്ലെങ്കിൽ 4 റൂം ഒക്കെ ആകുമ്പോൾ ആകെ 2 റൂം മതിയാവും. ഇത്ര റൂമൊക്കെ വെച്ചിട്ട് വലിയ വീടാകുമ്പോൾ മെയിൻ്റനൻസ് കുറേ വരും. പിന്നെ അതിനൊരാളെ മാസം കൊടുക്കണം, പൈസ കൊടുത്ത് നിർത്തേണ്ടി വരും. പിന്നെ വർഷം തോറും അല്ലെങ്കിൽ 2 കൊല്ലത്തിലുള്ള പെയിൻറ്റിങ് വരും. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിള്ളേർ പഠിച്ച് നല്ല രീതിയിൽ പഠിക്കും. പഠിച്ചെല്ലാം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം നമുക്ക് USA പോകണം, കാനഡയിൽ പോകണം. അത് അമ്മയച്ഛനും തന്നെ ചിലപ്പം പറഞ്ഞേക്കണ്ടേ, മക്കളെ നമുക്ക് അവിടെ പോയിക്കാൻ നല്ല സ്കോപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ എന്ത് ചെയ്യും, ജീവിതത്തിൻ്റെ 15 കൊല്ലം അടവ് കാണും, പിന്നെ പേഴ്സണൽ ലോണ് കാണും. നല്ല നല്ല മുടിവായിരിക്കും ഇവിടെ പോകുന്നത്. ഇവിടെ റെൻ്റ് കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം, അതൊന്നും ചിന്തിക്കാതെ അവിടെ എല്ലാം വീടൊക്കെ വലിയ വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റുകൾ ഇങ്ങനെ കൊടുത്ത് സ്കൂൾ ഫീസ് ഇവിടെ കൊടുക്കണം, എല്ലാം കൂടെ നല്ല ടൈറ്റ് ആവും അല്ലേ. അങ്ങനെയല്ലേ കുറേ പേര് ഇപ്പം വീഡിയോ എത്ര പേര് കാണുന്നത്, എത്ര പേരിൽ റീച്ച് ആവുമെന്നൊന്നും അറിഞ്ഞില്ല. എല്ലാവരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫ്യൂച്ചർ ലൈനിലും കാണുമ്പോൾ നമ്മൾ അതല്ലേ ഇപ്പോഴുള്ള എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് വീട് വേണം. വീട് നമുക്ക് ഒരു ചെറിയ വീട് വയ്ക്കുക. നമ്മളിപ്പം ദുബായിലല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ വേറെ സൗദിയിൽ എവിടെയാണെങ്കിലും നമ്മൾ മിക്കവാറും ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു വീട്, ഒരു ചെറിയ വീട്, ഒരു 1500 മാക്സിമം അങ്ങനെയൊക്കെ ഉള്ളത് വയ്ക്കുക. നമ്മൾ 2500-3000 ആകുമ്പോൾ ഒത്തിരി നമ്മൾ സമ്പാദിച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ഫുള്ള് ആ വീട്ടിലോട്ട് ഇറങ്ങും. എനിക്ക് 1-2 പേരെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല പൈസ, ഒരു 50-40 ലക്ഷം 50 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 1 കോടിയായിട്ടും വീട് തീരുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിൽ നിന്നിട്ട് വീട് പണിയുമ്പോൾ നാട്ടിലാരെങ്കിലും കോൺട്രാക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അവരെങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും. ഇല്ലാതെ നമ്മൾ ലേബേഴ്സിനെ കുറിച്ച് ഇപ്പം
വയസ്സായ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പറ്റിച്ചിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്, പണിയൊന്നും ചെയ്യാതെ. ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ്, ഇപ്പോൾ ആദ്യം ഒരു കോൺട്രാക്റ്റ് ഒരു എമൗണ്ട് പറയും, പിന്നെ അവർ പറയും കുറേ കഴിയുമ്പോൾ ടൈൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് അതൊന്നും ഇൻക്ലൂഡഡ് അല്ലെന്ന് അവർ പറയും, മാറ്റി മാറ്റി പറയും. ഗൾഫുകാരനല്ലേ, അപ്പം പൈസ എങ്ങനെയെങ്കിലും എത്തുന്നുള്ള രീതിയിൽ പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ഒരു കാര്യത്തിന് പോകുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ആലോചിക്കുക. ലോൺ എടുത്താൽ ഇത്ര രൂപ അടവാണ്, നമ്മൾ ഇത്ര കൊല്ലം നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ നാട്ടിൽ വീണ്ടും പൈസ വീണ്ടും പോകുമ്പോൾ നമ്മൾ കടം വാങ്ങിച്ചായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. പകുതിയിൽ വീടിടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നാട്ടുകാർ വന്ന് ചോദിക്കും. നാട്ടുകാരുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ലീവിന് പോയാലും ചോദിക്കും എന്ന് പോണ്, തിരിച്ച് പോണ്, വീടൊന്നും വാങ്ങിച്ചില്ലേ, സ്ഥലം വാങ്ങിയില്ല എന്നുള്ളത്. അതനുസരിച്ച് ഇങ്ങനെ ജ്യോതിസരം അതൊക്കെ ഒരിടത്ത് കൂടെ കേട്ട് ഒരിടത്ത് കൂടെ കളയും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ഇഷ്ടപ്രകാരം ചെയ്യുക. അപ്പോൾ ഈ സ്ഥലങ്ങൾ നിങ്ങൾ പകുതി വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ട് പകുതിയിൽ നിങ്ങൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും വന്ന് ചോദിക്കും, അയ്യോ വീട് അവൻ ഇപ്പം അവിടെയുള്ള അച്ഛനും അമ്മയുടെ അടുത്തായാലും ചോദിക്കുന്നത്, വീടൊന്നും പണി തീർക്കുന്നില്ലേ, പൈസ ഇല്ലേ, എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ലല്ലോ, അവർ നിങ്ങളെ വിളിച്ച് ചോദിക്കും അത് ചെയ്യുന്നില്ലേ എന്നാണ്. അപ്പം നമ്മളിവിടെ ടെൻഷനാവുകയോ അല്ലേ. അപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ ഒരു സ്വസ്ഥത കാണൂല. ഇവിടെ ഉള്ളവർ, ഇവിടെ നമ്മളിവിടെയാണ്, ഗൾഫിലാണെങ്കിൽ ഇവിടെ ഉള്ള ഫാമിലിക്ക് ഒരു സ്വസ്ഥത കാണൂല. പൈസ ഇല്ലാതെ വീട്ടിൽ ആ ഒരു ടെൻഷനിലായിരിക്കും വന്ന് കിടക്കുന്നത് അല്ലേ. അപ്പോൾ വീടൊക്കെ വയ്ക്കുന്നതിന് മുന്നേ, ലോൺ എടുക്കുന്നതിന് മുന്നേ ബാങ്കുകാരുടെ അടുത്ത് പറയും 50 ലക്ഷം തരാം, 40 ലക്ഷം തരാം. ഒരിക്കലും ഇല്ല. നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്, എത്ര അടയ്ക്കാൻ പറ്റും, ഇത്ര വലിയ വീട് വേണമെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കും. എന്നിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കൂ. ഇത്ര ലക്ഷം വലിയൊരു വീട് ഒന്നും വേണ്ട, ചെറിയൊരു വീട് മതി. നിങ്ങൾ വല്ലപ്പോഴും പോയി ലീവിന് പോകുമ്പോൾ താമസിക്കാനും. എന്തായാലും നാട്ടിൽ നിങ്ങൾ നിൽക്കില്ല. ഇപ്പം മോള് അല്ലെങ്കിൽ മോനിപ്പം സപ്പോസ് അവനെ ഇവിടെ ആണെങ്കിൽ ഇപ്പം കേരളത്തിൽ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ വിദേശത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെയും കൊണ്ടുപോയെന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ വീട് അതങ്ങനെ പഴഞ്ചനായിട്ട് അങ്ങ് പോകുമല്ലേ. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെ വില കുറച്ച് ആർക്കെങ്കിലും കൊടുക്കേണ്ടത്, നിങ്ങളെ പൈസ നഷ്ടമാവും. അപ്പോൾ എപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോൾ വലിയ വീട് മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാൻ നിൽക്കരുത് ഒരിക്കലും. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഡിസിഷൻ വേണം. നമ്മളൊരു മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ബഡ്ജറ്റ് കുറച്ചിടും. ഒരു 20 ലക്ഷം, 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ചെറിയൊരു വീട് മതി. പോകുമ്പോൾ കയറി കിടക്കുക, ഇല്ലെങ്കിൽ അവിടെ അച്ഛനും അമ്മയും അവരും ചെറിയ വീടാകുമ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും. ഈ വലിയ എമണ്ടം വീടാകുമ്പോൾ ഒരു കള്ളം കയറിയാണെങ്കിൽ ഇരുന്നാൽ പോലും നിങ്ങൾ അറിയാൻ പറ്റുമോ? അപ്പോൾ വീട് വെച്ചാൽ തന്നെ ഒരു CCTV ഒക്കെ വയ്ക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംവിധാനമൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അച്ഛനും അമ്മയൊക്കെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആലോചിക്കുക, ചെയ്യുക. നമുക്ക് കൊക്കിനെ ഒതുങ്ങിയത് കൊത്തുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. നമുക്ക് പറ്റുമെന്നുള്ളത് മാത്രമേ എടുക്കൂ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫ്യൂച്ചർ 10-15 എല്ലാം പോകും. വീട്ടിലൊരു സ്വസ്ഥത കാണത്തില്ല, എന്നും വഴക്കായിരിക്കും. അൺനെസസറി വൈഫ് വീട്ടിൽ വരുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പം നമുക്ക് ടെൻഷനായിരിക്കും. നീ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീട് വരെ തകർന്നു പോകും അന്തരീക്ഷം. അപ്പോൾ അതൊന്ന് വരുത്താതിരിക്കുക. നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അതെന്ത് കാര്യത്തിലായാലും, വീട് വയ്പ്പയിലോ കാറ് വാങ്ങുന്നതിലോ എന്തെങ്കിലായാലും നമുക്ക് സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് കൊക്കിലൊതുങ്ങുന്നത് മാത്രം, എന്നാൽ പറ്റുന്നത് മാത്രം ചെയ്യുക കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഴയ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.